ഷോപ്പുകൾ ഏത് സമയത്തും നമ്മുടെ നാട്ടിൽ എന്തും സംഭവിക്കാം. പ്രളയബാധിത പ്രദേശങ്ങളിലാവട്ടെ, ഇനി അഗ്നിബാധയുണ്ടാകുന്ന സാഹചര്യത്തിലാവട്ടെ, മറ്റ് ഉരുൾപൊട്ടൽ തുടങ്ങിയിട്ടുള്ള പ്രകൃതിപരമായ അപകടങ്ങളൊക്കെ ഉണ്ടാകും. അത്തരം പ്രദേശങ്ങളിലെ സ്ഥാപനങ്ങൾ ഇൻഷൂർ ചെയ്തിരിക്കുക, അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഭീമമായ നഷ്ടം ഒരുപക്ഷെ താങ്ങാൻ കഴിയുന്നതിൽ എത്രയോ മുകളിലായിരിക്കും. നമ്മുടെ രാജ്യത്ത് മെഡിക്കൽ ഇൻഷുറൻസ് പല രൂപത്തിലുണ്ട്. സർക്കാർ സംവിധാനങ്ങളുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലെ തന്നെ സാമ്പത്തിക വരുമാനം പരിഗണിച്ചുകൊണ്ടും ചില പ്രത്യേക നിലവാരത്തിലുള്ള വരുമാനം, കുറഞ്ഞ വരുമാനമുള്ള ആളുകൾക്കുമൊക്കെ സർക്കാരിൻ്റെ ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ് പരിരക്ഷ ഓഫർ ചെയ്യുന്നുണ്ട്. അതിനുള്ള സംവിധാനങ്ങളുണ്ട്. വാഹന ഇൻഷുറൻസ് തുടങ്ങിയിട്ടുള്ള ഇൻഷുറൻസുകൾ നമ്മുടെ നാട്ടിൽ നിർബന്ധമാണ്. ഒരാളുടെ ഉടമസ്ഥതയിൽ വാഹനമുണ്ടെങ്കിൽ ആ വാഹനം ഇൻഷൂർ ചെയ്തിരിക്കണമെന്നും അത് വർഷാവർഷം പുതുക്കിക്കൊണ്ടിരിക്കണമെന്നൊക്കെ നമ്മുടെ നാട്ടിലെ നിയമമാണ്. അപ്പോൾ ഇതൊക്കെ ഉപയോഗപ്പെടുത്തണോ ഉപയോഗപ്പെടുത്തണ്ടേ എന്നത് ഓരോരുത്തരും തീരുമാനിക്കേണ്ട കാര്യമാണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ. കഴിഞ്ഞ പ്രാവശ്യം ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് വിശദമായ ചില കാര്യങ്ങൾ, അതിനെ എന്തുകൊണ്ടാണ് ഇസ്ലാം ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക വിധി എന്താണ്, എന്തുകൊണ്ടാണ് അത് ഇസ്ലാമികമായിട്ട് നിഷിദ്ധമാണ് എന്നതിനെ സംബന്ധിച്ചൊക്കെ വിശദമായി പ്രതിപാദിച്ചിരുന്നു. അതിനെ തുടർന്ന് പല സംശയങ്ങളും പല സുഹൃത്തുക്കളും പല സഹോദരങ്ങളും ഉന്നയിക്കുകയുണ്ടായി. അതിൽ അപ്പോൾ തന്നെ പരാമർശിക്കുകയുണ്ടായി, ഈ വാഹന ഇൻഷുറൻസ് തുടങ്ങിയിട്ടുള്ള ഇൻഷുറൻസുകൾ നമ്മുടെ നാട്ടിൽ നിർബന്ധമാണ്. അഥവാ റോട്ടിൽ വാഹനം ഇറക്കണമെങ്കിൽ, ഒരാളുടെ ഉടമസ്ഥതയിൽ വാഹനമുണ്ടെങ്കിൽ ആ വാഹനം ഇൻഷൂർ ചെയ്തിരിക്കണമെന്നും അത് വർഷാവർഷം പുതുക്കിക്കൊണ്ടിരിക്കണമെന്നൊക്കെ നമ്മുടെ നാട്ടിലെ നിയമമാണ്. നാട്ടിലെ നിയമം ലംഘിക്കുക എന്നത് അത് നിയമലംഘനമാകും, കേസാകും. അങ്ങനെ ഒരു നിയമലംഘനമൊന്നും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടുള്ള കാര്യമല്ല. മാത്രമല്ല, വാഹനം ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടത്തിൽ നിന്നുള്ള, ആ സന്ദർഭത്തിൽ ഉണ്ടാകുന്ന ഏത് പ്രതിസന്ധിയെയും അപ്പോഴുണ്ടാകുന്ന സാമ്പത്തികമായ ബാധ്യതകളെയുമൊക്കെ പരിഹരിക്കാനും സഹായകരമാകുന്ന ഒരു സംവിധാനം കൂടിയാണ് ആ അർത്ഥത്തിൽ. അപ്പോൾ അടിസ്ഥാനപരമായി ഇസ്ലാമിക ശരീഅത്തിൻ്റെ ചില ഉപാധികൾക്കും ചില വ്യവസ്ഥകൾക്കുമൊക്കെ എതിരാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ നിർബന്ധിത സാഹചര്യത്തിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇളവുണ്ടായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആധുനിക പണ്ഡിതന്മാരൊക്കെ അതിൽ ഇളവ് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. വാഹന ഇൻഷുറൻസ് പോലെ തന്നെയാണ് ചില ഷോപ്പുകൾ ഏത് സമയത്തും നമ്മുടെ നാട്ടിൽ എന്തും സംഭവിക്കാം. പ്രളയബാധിത പ്രദേശങ്ങളിലാവട്ടെ, ഇനി അഗ്നിബാധയുണ്ടാകുന്ന സാഹചര്യത്തിലാവട്ടെ, മറ്റ് ഉരുൾപൊട്ടൽ തുടങ്ങിയിട്ടുള്ള പ്രകൃതിപരമായ അപകടങ്ങളൊക്കെ ഉണ്ടാകും. അത്തരം പ്രദേശങ്ങളിലെ സ്ഥാപനങ്ങൾ, ഷോപ്പുകൾ, മാർക്കറ്റുകൾ, മാളുകൾ ഇവയൊക്കെ ഇൻഷൂർ ചെയ്തിരിക്കുക, അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഭീമമായ നഷ്ടം ഒരുപക്ഷെ താങ്ങാൻ കഴിയുന്നതിൽ എത്രയോ മുകളിലായിരിക്കും. അങ്ങനെയുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ സഹായിക്കുക എന്നതും അതും വളരെ പരിമിതമായ രൂപത്തിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളെയൊക്കെ അതിജയിക്കാൻ, അതിനെയൊക്കെ മറികടക്കാൻ നമ്മുടെ നാട്ടിൽ നിലവിലുള്ളത് ഇൻഷൂർ ചെയ്യുക എന്നതാണ്. കൃഷിക്ക് പോലും അങ്ങനെ തന്നെയാണ്. വലിയ സംഖ്യ മുടക്കി കടമൊക്കെ വാങ്ങിച്ചിട്ട് കൃഷി ചെയ്യുന്ന ആളുകൾ പ്രകൃതിപരമായോ മറ്റോ വല്ല നാശനഷ്ടങ്ങളോ നശിച്ചു പോവുകയോ മറ്റോ ഉണ്ടാകുമ്പോൾ അതിനെ നികത്താനും ഇൻഷൂർ ചെയ്യുന്ന സംവിധാനം നമുക്ക് കാണാൻ സാധിക്കും. കൃഷികൾ പൊതുവേ അങ്ങനെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയും പലതിനെയും ആശ്രയിച്ചുകൊണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ നിർബന്ധിത സാഹചര്യങ്ങളാക്കി മനസ്സിലാക്കിക്കൊണ്ട് ആധുനിക പണ്ഡിതന്മാർ പലരും അവിടെയൊക്കെ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് മെഡിക്കൽ ഇൻഷുറൻസ് പല രൂപത്തിലുണ്ട്. സർക്കാർ സംവിധാനങ്ങളുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലെ തന്നെ സാമ്പത്തിക വരുമാനം പരിഗണിച്ചുകൊണ്ടും ചില പ്രത്യേക നിലവാരത്തിലുള്ള വരുമാനം, കുറഞ്ഞ വരുമാനമുള്ള ആളുകൾക്കുമൊക്കെ സർക്കാരിൻ്റെ ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ് പരിരക്ഷ ഓഫർ ചെയ്യുന്നുണ്ട്. അതിനുള്ള സംവിധാനങ്ങളുണ്ട്. അവിടെയും അത് നമ്മുടെ നാട്ടിലുള്ള രാജ്യത്തെ പൗരന്മാരുടെ ആരോഗ്യ സുരക്ഷ എന്നത് രാജ്യത്തിൻ്റെ പൗരന്മാരോടുള്ള ബാധ്യതയാണ്. പൗരന്മാർക്ക് രാജ്യത്ത് നിന്ന് ലഭിക്കേണ്ട മൗലികാവകാശങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ ഒരു ഇസ്ലാമിക സംവിധാനമോ ഇസ്ലാമിക ശരീഅത്തിൽ അധിഷ്ഠിതമായ ഇൻഷുറൻസ് പോളിസികളോ തക്കാഫുൽ പദ്ധതികളോ ഇല്ലാത്ത പ്രദേശങ്ങളിൽ, രാജ്യങ്ങളിൽ അത്തരം മെഡിക്കൽ ഇൻഷുറൻസ് ഉപയോഗപ്പെടുത്താം. പക്ഷേ
അവിടെ സർക്കാരിൻ്റെ ഏതും പ്രൈവറ്റ് കമ്പനികളേതും തമ്മിൽ വ്യത്യാസമുണ്ട്. സർക്കാർ രാജ്യത്തെ പൗരന്മാരിൽ നിന്ന് പല രൂപത്തിലും അല്ലാതെയും ഒക്കെ സർക്കാരിൻ്റെ ഖജനാവിലുള്ള സാമ്പത്തികമായ സഹായം ആയിട്ടാണ് പൗരന്മാർക്ക് അത് നൽകുന്നതെങ്കിൽ പ്രൈവറ്റ് കമ്പനികൾ മിക്കതും പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ പലരിൽ നിന്നുമായി കലക്ട് ചെയ്യുന്ന ഇതിൻ്റെ പേരിൽ ആർക്കും ഒരു അപകടവും സംഭവിച്ചിട്ടില്ലെങ്കിൽ അത് കമ്പനിയുടെ സ്വന്തമായി മാറുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നമ്മൾ നേരത്തെ ഇൻഷുറൻസിൻ്റെ മൗലികമായ അത് എന്തുകൊണ്ട് നിഷിദ്ധമാകുന്നു എന്ന് പറഞ്ഞതൊക്കെ അവിടെ പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്, അതുപോലെ തന്നെ ചില കമ്പനികളിലൊക്കെ ജോലി ചെയ്യുമ്പോൾ കമ്പനിയുടെ തന്നെ നിയമാവലിയിൽ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ സർക്കാരുകൾ തന്നെ കമ്പനികളെ നിർബന്ധിച്ചതിൻ്റെ ഫലമായിട്ടൊക്കെ ഉണ്ടാക്കുന്ന ചട്ടങ്ങളിൽ ഇൻഷുറൻസ് പോളിസി ഉൾപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം, കമ്പനി ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഉപയോഗപ്പെടുത്തുന്നതിന് ചില ഇളവുകൾ പണ്ഡിതന്മാർ അനുവദിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഉപയോഗപ്പെടുത്തണോ ഉപയോഗപ്പെടുത്തണ്ടേ എന്നത് ഓരോരുത്തരും തീരുമാനിക്കേണ്ട കാര്യമാണ്. അവിടെ മറ്റുള്ള സ്വതന്ത്രമായി നമുക്ക് പൂർണ്ണമായി നിഷിദ്ധമാണ് എന്ന് പറയുന്ന ഇൻഷുറൻസിൻ്റെ വിധി പറയുന്ന സന്ദർഭത്തിൽ തന്നെ ഇത്തരം ചില സാഹചര്യങ്ങളിൽ ചില ഇളവുകളുണ്ട് എന്നതാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. നേരെ തിരിച്ച് വളരെ കർശനമായ രൂപത്തിൽ ഇതിലൊന്നും ഇടപെടാൻ പാടില്ല എന്ന വീക്ഷണവും ഇസ്ലാമിക ലോകത്ത് നിലനിൽക്കുന്നുണ്ട്.